ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൊറിയൻ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിലും ഞാൻ തന്നെ നെട്ടിപ്പോയി. ഫൈനൽ റിസൾട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓൾമോസ്റ്റ് ഒരു കൊറിയൻ്റെ ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ട്, കൊറിയൻ്റെ നെയ്ബേഴ്സ് എന്ന് തന്നെ പറയാം. ഓക്കെ, ഇത്തവണ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഹെയർ ബാൻഡും കൂടി യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ വരെ ഒന്ന് പോയിട്ട് വരല്ലോ, അപ്പോൾ കുറച്ച് റിച്ച് ആയിക്കൂടി വിചാരിച്ചു. നമ്മൾ എപ്പോഴും മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾ CTM കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അതായത് ക്ലെൻസിങ്, ടോണർ, മോയ്സ്ചറൈസർ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ CTM കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കറക്റ്റ് വെച്ചിട്ട് കൺസിലർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എവിടേക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ടോ അവിടേക്ക് നിങ്ങൾ കൺസിലർ ചെയ്യാം. ഞാൻ ഇപ്പം എൻ്റെ ഫേസ് ഫുള്ളായിട്ട് കൺസിലർ ചെയ്യുന്നുണ്ട്, അതായത് ഫേസ് ഫുള്ളായിട്ട് ഒരു ഈവൻ ടോൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനത് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്ലെൻഡ് ചെയ്യാൻ നല്ല പാടുണ്ട്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ല, നമ്മൾ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്തപ്പോൾ നല്ല സ്കിൻ എല്ലായിടത്തും ഒരു ഈവൻ ടോണായിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യാം. ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ എൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ അതുപോലെ തന്നെയാണ് കേട്ടോ ഐബ്രോ ഫില്ല് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിലർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു ഐബ്രോവിന് ഒരു ത്രെഡിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു പോലെ ഉണ്ടായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുമ്പോൾ. അങ്ങനെ ഐബ്രോ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഫേസ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം. പിന്നെ ഞാൻ അവിടെ എടുത്തിട്ടുള്ള ഫൗണ്ടേഷൻ ഫോറെവർ 52ൻ്റെ ഫൗണ്ടേഷനാണ്. ഈ ഷെയ്ഡ് വന്നിട്ട് കാരമൽ ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല കവറേജും കിട്ടും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ അത്ര ഡ്രൈ ആക്കില്ല കേട്ടോ. ഒരു സ്മൂത്തി സ്ട്രക്ചറാണ്. അപ്ലൈ ചെയ്യാനും ഭയങ്കര സുഖമാണ് ഈ ഫൗണ്ടേഷൻ കേട്ടോ. അങ്ങനെ ആദ്യത്തെ വലിയ സ്റ്റെപ്പ് തന്നെ ആയ ഫൗണ്ടേഷൻ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള ശേഷം നമ്മുടെ ഫേസ് ഇരിക്കുന്നത്. ദെൻ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഷുഗറിൻ്റെ ഒരു പൗഡറാണ്. ഐസിൻ്റെ മേലെ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതായത് നമ്മൾ ഐഷോഡ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അവിടെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ഐഷോഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ്. എന്നിട്ട് അവിടെ നമുക്കൊരു ലൈറ്റ് പിങ്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ കൊറിയൻസിലൊന്നും അധികം കളർഫുൾ ആയിട്ടുള്ള ഐഷോഡൊന്നും യൂസ് ആക്കാത്തതുകൊണ്ട് ഞാനും ലൈറ്റ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐഷോഡ് നമ്മൾ ഈ കണ്ണിലിട്ട് അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ കണ്ണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊറിയൻസിൻ്റെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കണ്ണ് ഒരു പ്രത്യേക തന്നെ കണ്ണിന് കേട്ടോ. അപ്പോൾ ആ കണ്ണ് ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് വരുന്നത്. നമ്മുടെ ഐസ് സെറ്റ് ആവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പകുതി പണിയും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കണ്ണുമ്മേ ഐലൈനർ എഴുതാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ കൊറിയൻസുകൾ അധികം അടിയിൽ എഴുതാറില്ലല്ലോ, ആ ഒരു രൂപത്തിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി താത്തിയിട്ടാണ് ഐലൈനർ വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കണ്ണും വരച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കൊറിയൻസിൻ്റെ കണ്ണൊക്കെ കുഞ്ഞു കണ്ണായിരിക്കും, പക്ഷേ അവർ ഐലൈനർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു കണ്ണ് കാണാൻ വലിയ കണ്ണായിട്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണ് അതുപോലെയൊക്കെ ചെറുതായിട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇടുന്നത് കോണ്ടൂർ ചെയ്യാൻ കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ പൗഡർ യൂസ് ആക്കുന്നത് ക്രീമായിട്ടുള്ളൊരു കോണ്ടൂറാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ കേട്ടോ ഞാൻ കോണ്ടൂറും ചെയ്യുന്നത്. അതായത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ കൊറിയൻ മേക്കപ്പ് ലുക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷേപ്പ് എങ്ങനെയാണോ ഫേസ് എങ്ങനെയാണോ അതുമേ നമ്മൾ കൊറിയൻ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് മാത്രം. അപ്പോൾ കോണ്ടൂറും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ അടിയിലും അതുപോലെ തന്നെ ചിന്നിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ദെൻ നമ്മുടെ കവിളൊക്കെ കൊറിയൻസിനെ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം തന്നെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലഷ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചിന്നിൻ്റെ ഭാഗത്തും മൂക്കിലും നോസിലൊക്കെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഹൈലൈറ്റ് നമ്മൾ മസ്റ്റ് ആയിട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ 2 കവിളിലും ചീക്കിലും നെറ്റിലൊക്കെ ഞാൻ ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റും കൂടി കൊടുത്തിട്ട് ഇതാണ് നമ്മൾ ലുക്ക് വരുന്നത്. ദെൻ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. ഈ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു വാങ്ങണ്ടില്ല എന്ന് ചിന്തിച്ചൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഡ്രൈ ആണ്. നമ്മുടെ ലിപ്പിലുള്ള ഒട്ടും മാച്ചല്ല. ആ ഷെയ്ഡൊക്കെ വരുന്നത് ഭയങ്കര ന്യൂഡാണ്. നമ്മുടെ സ്കിൻ ടോണിന് അനുസരിച്ച ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാത്രമല്ല ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലിപ് ഗ്ലോസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ യൂസ് ആക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മസ്കാരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാഷസ് വെക്കുന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ചെയ്യുന്നത് നമ്മുടെ ഹെയർ ചീകി കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നും ഇല്ല. ഫൈനലി ഇതാണ് നമ്മൾ ലുക്ക് വരുന്നത്. ഞാൻ കോസ്റ്റ്യൂമും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഹെയർ പ്രത്യേകിച്ചൊന്നും ഞാൻ സെറ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചീകി ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതൊരു കാഷ്വൽ ലുക്ക് ആയതുകൊണ്ട് ഇത്രയൊക്കെ മതി വിചാരിച്ചു.
അപ്പോൾ എനിക്ക് എന്തായാലും ഈ ലുക്ക് ഇഷ്ടമായി. എവിടെ എന്തോ ഒരു കൊറിയൻസിൻ്റെ ലുക്ക് ഉണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഉമ്മാക്ക് ഇഷ്ടമായി കേട്ടോ, കൊറിയൻസിൻ്റെ എവിടെ ഒരു ലുക്ക് ഉണ്ട് പറഞ്ഞു. പിന്നെ കൊറിയൻ ഡ്രാമാസൊക്കെ കാണുന്നതുകൊണ്ട് അതുപോലെ കുറച്ച് ക്യൂട്ട് എക്സ്പ്രഷൻ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ആരും കളിയാക്കേണ്ടത് ഇതിൻ്റെ ഷോ മാത്രമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.